പ്രൈസ് ദി ലോർഡ്. ഇന്ന് ജൂൺ 12 സഭ തിരുഹൃദയ തിരുനാൾ ആചരിക്കുമ്പോൾ ആ തിരുനാൾ ആഘോഷത്തിലെ ഒല്ലൂർ പുനർജീവൻ തറവാട്ടിൽ ജോർജ് നരപറമ്പിലച്ചൻ്റെയും സ്നേഹ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നട്ടെല്ല് തളർന്നിട്ടും ശരീരം തളർന്ന പലവിധ രോഗങ്ങളാവശ്യരായവർ, കണ്ണു കാണാത്തവർ, സമൂഹത്തിലെ വ്യത്യസ്തമായ മേഖലയുള്ളവരെല്ലാം ഒല്ലൂർ പുനർജീവൻ തറവാട്ടിൽ ഒത്തുകൂടി കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്, തിരുഹൃദയം നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ തിരുഹൃദയം പ്രതിഷ്ഠിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക്, ആ ഹൃദയ വിശാലതയിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് ഗബ്രിയേൽ ദൂതൻ വഴി, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ അവസിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തിൽ ഈ തിരുവചനം, ഈ തിരുദൈവത്തിൻ്റെ സാന്നിധ്യം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തീർത്ഥ സാന്നിധ്യം ഹൃദയത്തിൽ സംഹരിച്ച് തുടർന്ന് തൻ്റെ ജീവിതം തന്നെ ധന്യമായത് തൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ തിരുഹൃദയ സാന്നിധ്യത്തിലാണ് പരിശുദ്ധമ്മ യഥാർത്ഥത്തിൽ ആത്മീയ ചൈതന്യത്താൽ നിറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരിശുദ്ധ തീർത്ഥത്തിൻ്റെ സാന്നിധ്യം, ഒരുക്കമുള്ള ഒരു ദേവാലയമാകുന്നൊരു ഹൃദയം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരുക്കപ്പെടുമ്പോൾ, അപ്പോഴാണ് തിരുഹൃദയ തിരുനാൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടയിലും സമൂഹത്തിലും യേശുനാഥനെ നമ്മളോടൊത്ത് യാത്ര ചെയ്യാൻ, നമ്മുടെ ഹൃദയത്തോടൊത്ത് കർത്താവിൻ്റെ തിരുഹൃദയം സമൂഹത്തിലേക്ക് നന്മ ചെയ്ത് പങ്കുവെപ്പുകൾ നടത്തി കൂട്ടായി പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവൃത്തി ചെയ്ത് ജീവിതം തന്നെ ധന്യമാകുന്നത്. വിശുദ്ധരെ പോലെ യേശുവിൻ്റെ തിരുഹൃദയം, ഈ തിരുഹൃദയ തിരുനാളിൽ നാം നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് ഒരുക്കമുള്ളവരായി തിരുഹൃദയത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ വിധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തിരുഹൃദയത്തിൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് ചേർത്ത് വയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ